മറ്റൊരു ഉദാഹരണത്തിലേക്ക് കടന്നു വന്നാൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ ശഅറേ മുബാറക്കുമായി ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് വന്നപ്പോൾ വിശ്വാസികൾക്ക് സന്തോഷത്തിന് അറ്റമുണ്ടായിരുന്നില്ല. സുബ്ഹാനല്ലാഹ്, ലോകത്ത് വളരെ കുറഞ്ഞ ചില ആളുകൾക്ക് മാത്രം ലഭിച്ച ഒരു മഹാഭാഗ്യം ഈ മഹാപണ്ഡിതനിലൂടെ ഈ കേരളത്തിലെ മുസ്ലിം ജനലക്ഷങ്ങൾക്ക് കൈവന്നിരിക്കുകയാണ് എന്ന് അവർ സമാധാനിക്കുകയാണ്. ചരിത്ര കിതാബുകൾ മുഴുവൻ പലവരും വായിച്ച അവർക്കൊക്കെ ബോധ്യപ്പെട്ടത് അക്ഷരാർത്ഥത്തിൽ വിശ്വാസയോഗ്യനാണ് എന്ന് ജനങ്ങൾ അംഗീകരിക്കാത്ത ഒരാളാണ് അത്തരം ഒരു വിഷയവുമായി വന്നെങ്കിൽ പോലും അള്ളാഹുവിന്റെ റസൂലിനോടുള്ള മഹബത്ത് കാരണമായി അത് തള്ളിപ്പറയാൻ പാടില്ല എന്നാണ് അവരൊക്കെ പഠിച്ചു വെച്ചത്. പക്ഷേ ഇവിടെ മറ്റെന്തോ താല്പര്യങ്ങൾ ഉള്ളതിനാൽ, അല്ലെങ്കിൽ ആ മഹാവ്യക്തിത്വത്തിന്റെ ഉയർച്ചയിൽ അസൂയ മാത്രം ഉള്ളതിനാൽ ഇവിടെ ഇതാ പണ്ഡിതന്മാരുടെ രൂപവും ഭാവവുമുള്ള വലിയ വലിയ ആളുകൾ വരെ അതിനെ ശക്തമായി എതിർത്തു എന്നോ, അദ്ദേഹത്തെ ശക്തമായി എതിർത്തു എന്നോ, അത് കൊണ്ടുവന്നു വെച്ച മർക്കസു സഖാഫത്തി സുന്നിയെ എതിർത്തു എന്നോ പറഞ്ഞിരുന്നെങ്കിൽ ഒരളവോളം നമുക്ക് സമാധാനിക്കാമായിരുന്നു. അതുകൊണ്ടൊന്നും അവർ അവസാനിപ്പിച്ചില്ല. ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് പോലും പ്രവാചകരെ വ്യക്തിഹത്യ ചെയ്യാൻ അവസരം തുറന്നു കൊടുക്കുകയും പ്രവാചകരുടെ തിരുകേശങ്ങൾക്ക് എവിടെയാണെങ്കിലും യാതൊരു പ്രസക്തിയുമില്ല എന്ന് വരെ ജനങ്ങളിൽ തെറ്റായ ചിന്ത ഉയർത്തിവിടാൻ കാരണമാകുന്ന തരത്തിലുള്ള പ്രചാരണം അഴിച്ചുവിടുകയും ചെയ്തു. അതെ, അന്ന് നൂഹ് നബിയുടെ അനുയായികൾ ആ നൂഹ് നബി ഉണ്ടാക്കാൻ നിർദ്ദേശിച്ച കപ്പലിൽ വന്ന് സ്വന്തം നാട്ടുകാർ മലമൂത്ര വിസർജനം നടത്തിയപ്പോൾ പ്രിയപ്പെട്ടവരെ എത്ര കണ്ട് വേദനിച്ചുവോ, അതിനേക്കാൾ സുന്നത്ത് ജമാഅത്തിന്റെ അനുയായികൾ വേദനിക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ തന്ത്രജ്ഞനാണ്. അതാ നൂഹ് നബിയുടെ സമൂഹത്തിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു മഹാമാരി പൊട്ടിപ്പുറപ്പെടുകയാണ്. അവിടെ ഒന്നായിട്ടൊരു കൊളമ്പ് രോഗം, മൂരികൾക്കാണ് ഇന്ന് കൊളമ്പ് രോഗം ഉണ്ടാകുന്നത് എങ്കിൽ അന്ന് കാലികൾക്ക് മാത്രമായിരുന്നില്ല. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂഹത്തിന് അന്ന് പിടിപെട്ട രോഗത്തെ പറ്റി ചില ചരിത്രകാരന്മാർ പറയുന്നത് അവർക്ക് കൊളമ്പ് രോഗമായിരുന്നു പിടിപെട്ടത് എന്നാണ്. അതല്ല, മറ്റേതോ ചില രോഗങ്ങളാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. ഏതായാലും ആകട്ടെ, ലോകത്തിന് മരുന്ന് കണ്ടുപിടിക്കാനുള്ള ഗവേഷണങ്ങൾ അത്രയും വിഫലമായപ്പോൾ പരാജയപ്പെട്ട വൈദ്യശാസ്ത്രത്തിന്റെ മുന്നിൽ ഇനി ഞങ്ങൾക്ക് യാതൊരു മാർഗവുമില്ല എന്ന് അവരെല്ലാവരും ഉറച്ചു വിശ്വസിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ മലമൂത്ര വിസർജനം ചെയ്യാൻ വേണ്ടി നൂഹ് നബിയുടെ കപ്പലിലേക്ക് ചെന്ന ഒരു രോഗി അബദ്ധവശാൽ ആ മലമൂത്ര വിസർജത്തിലേക്ക്, വിസർജ്യ വസ്തുക്കളിലേക്ക് മലർന്നടിച്ച് വീഴുകയാണ്. അത്ഭുതമെന്നല്ലേ പറയേണ്ടു. എവിടെയൊക്കെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ആ വിസർജ്യ വസ്തുക്കളായോ അവിടെയെല്ലാം അദ്ദേഹത്തിന്റെ അസുഖം ഭേദപ്പെട്ട കാഴ്ച അയാളെ തന്നെ ഞെട്ടിച്ചു. അയാൾ അത് കഴുകി വൃത്തിയാക്കുന്നതിന് പകരം ആലോചിക്കുകയാണ്, ഈ മാലിന്യമായ സ്ഥലത്തുള്ള മുഴുവൻ അസുഖവും ഭേദമായിരിക്കുന്നു എങ്കിൽ എന്റെ മൂക്കിനുള്ളിൽ ഇതാ ഒരു കുരു വരുന്നു. സാധാരണ മണം കൊണ്ട് അടുപ്പിക്കാൻ പറ്റാത്ത മാലിന്യം അയാള് ചെറുവിരലുകൊണ്ട് നമ്മൾ കണ്ണില് സുർമയിടും പോലെ അയാള് മൂക്കിനുള്ളിലെ കുരുമാറാൻ വേണ്ടി ആ വിസർജ്യം മൂക്കിനുള്ളിലേക്ക് സേവിക്കുകയാണ്, നസ്യം ചെയ്യുകയാണ് എന്നും പറയാം. അത്ഭുതമെന്നല്ലേ പറയൂ. മൂക്കിന്റെ ഉള്ളിലുള്ള കുരു എവിടെ പോയി എന്ന് കാണാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അദ്ദേഹം ശരീരം മുഴുവൻ അതാ വിസർജ്യ വസ്തുക്കൾ വാരിത്തേച്ചു. പൂർണ്ണ ആരോഗ്യവാനായി സമൂഹത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ കുറെ SK കുട്ടികളുണ്ട്. അവര് ചോദിച്ചു, അല്ല സുഹൃത്തെ, വലിയ അത്ഭുതമുണ്ടല്ലോ നിങ്ങളുടെ കാര്യത്തിൽ. നിങ്ങൾ മലമൂത്ര വിസർജനത്തിന് വേണ്ടി പോയപ്പോൾ നിങ്ങളാകെ രോഗിയായിരുന്നു, എന്താ സംഭവിച്ചത്? അദ്ദേഹം പറഞ്ഞു, ഞാന് അബദ്ധവശാൽ ഒന്ന് മാലിന്യത്തിൽ വീണുപോയി. ആയ സ്ഥലത്ത് മുഴുവൻ ഭേദപ്പെട്ടത് കണ്ടപ്പോൾ ബാക്കിയുള്ള സ്ഥലത്ത് കൂടി ഞാൻ അതൊന്ന് തേച്ചു. അപ്പൊ അവിടെയും മാറി. കേട്ട പാതി കേൾക്കാത്ത പാതി ഇവരും ഓടി. സുബ്ഹാനല്ലാഹ്, ചരിത്രം അറിയുന്നവരാണ് എന്റെ മുന്നിലുള്ളവർ മുഴുവൻ. ആ ആളുകൾ മുഴുവൻ നൂഹ് നബി അലൈഹിസ്സലാത്തു
സ്വലാത്തു വസ്സലാമിന്റെ കപ്പലിൽ ആഴ്ചകളോളം ഉണ്ടായിരുന്ന വിസർജ്യ വസ്തുക്കൾ മുഴുവൻ എടുത്തു കൊണ്ടുപോയി. അവസാനം പിന്നീട് ലേറ്റായി വന്ന ആളുകൾക്ക് വിസർജ്യ വസ്തുക്കൾ ലഭിക്കാതെ വന്നപ്പോൾ കപ്പല് കഴുകി അതിന്റെ വെള്ളം കുപ്പിയിലാക്കി കൊണ്ടുപോകാൻ തീരുമാനിക്കുകയും അത് സേവിച്ചവരുടെ മുഴുവൻ അസുഖം സുഖമായി എന്നും ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഹക്കീമാണ്. ഞാൻ ആലോചിക്കുമായിരുന്നു പലപ്പോഴും ഈ ഷഹറെ മുബാറക്ക് ലഭിച്ച ഉടനെ, ഇത് ജനങ്ങൾക്കിടയിൽ പ്രഖ്യാപിക്കപ്പെട്ട ഉടനെ എങ്ങാനും ഇതിനോട് എതിർപ്പുള്ള ആളുകൾ വളരെ രഹസ്യമായി ഒരു 3-4 ആള് വന്ന് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ ഒന്ന് കാണണം അവർക്ക്. അതിനുവേണ്ടി നോക്കുമ്പോൾ സി മുഹമ്മദ് ഫൈസി ഉണ്ടോ എന്ന് അന്വേഷിച്ചു. അതെ, മർക്കസിന്റെ ജനറൽ മാനേജർ ഉണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് വന്ന് പറഞ്ഞു, അല്ല സി ഉസ്താദ്, ഞങ്ങള് കാന്തപുരം ഉസ്താദിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. എന്തേ സംഭവം? ഒന്നുമില്ല, ഇവിടെ ഒരു ഷഹറെ മുബാറക്കിനെ പറ്റിയുള്ള ചർച്ചകൾ നടക്കുകയാണല്ലോ, ഞങ്ങൾക്ക് അതിന്റെ സനദിനെ പറ്റി ചില സംശയങ്ങളുണ്ട്, ഒന്ന് ഞങ്ങളെ ഉസ്താദുമായിട്ട് ബന്ധപ്പെടുത്തി തരണം, ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് സി മുഹമ്മദ് ഫൈസിയോ അല്ലെങ്കിൽ ഞാനോ മറ്റാരെങ്കിലും ഈ വന്ന കൂട്ടരെയും കൊണ്ട് കാന്തപുരം ഉസ്താദിന്റെ അടുത്ത് ചെന്ന് ചർച്ചക്ക് അല്പസമയം വാങ്ങിച്ചു കൊടുത്തിരുന്നു എങ്കിൽ ഒരു പക്ഷേ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഷഹറെ മുബാറക്ക് അത് മർക്കസിന് കിട്ടിയതാണ്, മർക്കസിൽ മാത്രം നിന്നാൽ മതി, അത് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കണ്ട എന്നെങ്ങാനും അന്ന് തീരുമാനിച്ചിരുന്നെങ്കിലോ എന്ന് ഞാനിപ്പോൾ ആശങ്കപ്പെടുകയാണ്. അതേസമയം അല്ലാഹു തആല വലിയ ഹിക്മത്ത് എടുത്തു. ഇത് ഇവിടെ കിട്ടിയ അന്ന് തന്നെ മറുവിഭാഗത്തെ കൊണ്ട് വളരെ ശക്തമായി അതിനെതിരെ ഒരു ക്യാമ്പയിൻ തന്നെ അല്ലാഹു തആല നടത്തിപ്പിച്ചു. കോടതിയിൽ വരെ അവര് റിട്ട് പെറ്റീഷൻ കൊടുത്തു. ആ റിട്ട് പെറ്റീഷനിൽ അവരെ കൊണ്ട് അല്ലാഹു തആല എഴുതിപ്പിച്ചു, അഥവാ ഇത് ഒറിജിനൽ മുടിയാണെങ്കിൽ പോലും ഇന്ത്യ രാജ്യത്ത് ഒറിജിനൽ മുടിയുള്ളത് കാശ്മീരിലാണ്, ആ കാശ്മീരിൽ ഈ മുടിയുള്ള കാരണമാണ് ഇത്രയും വലിയ ഭീകരവാദം നടക്കാൻ കാരണമായത്. അതുകൊണ്ട് തന്നെ കാന്തപുരത്തിന്റെ കയ്യിലുള്ള മുടി ഒറിജിനൽ ആണെങ്കിൽ പോലും അതിവിടെ വെക്കാൻ സമ്മതിക്കരുത് എന്ന് കോടതിയോട് പറയാൻ അല്ലാഹു തആല ആ വിഭാഗത്തെ ഭാഗമാക്കിയെടുത്തു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്താ ഫലം? നമ്മൾ ഈ പ്രദർശനവും ഈ സിയാറത്തും നടത്താൻ തുടങ്ങിയിട്ട് വർഷങ്ങളായില്ലേ? നിങ്ങൾ ആരെങ്കിലും വായിച്ചോ? ഷഹറെ മുബാറക്ക് പ്രദർശനം ഇന്നാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ വർഷത്തെ ഷഹറെ മുബാറക്ക് പ്രദർശനത്തെ പറ്റി ഈ കഴിഞ്ഞ ദിവസങ്ങളിലോ ഏതെങ്കിലും പത്രങ്ങളിൽ മർക്കസു സഖാഫത്തി സുന്നിയയുടെ കീഴിൽ അതല്ലെങ്കിൽ നമ്മുടെ സുന്നി സംഘടനകളുടെ കീഴിൽ വല്ല പരസ്യവും വന്നോ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു പരസ്യവുമില്ലാതെ സുബ്ഹാനല്ലാഹ് ഈ കാരന്തൂര് കുന്നമംഗലം ഏരിയ മുഴുവൻ വളരെയധികം ജനനിബിഡമാക്കിക്കൊണ്ട് ഇന്ന് വൈകുന്നേരമായാലും ഈ അണി ഒരിക്കലും മുറിഞ്ഞു പോവുകയില്ല എന്ന് തോന്നുന്ന രൂപത്തിൽ ലക്ഷക്കണക്കിന് ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നതിനാൽ തന്നെ അതിന് സഹായകമായ രീതികൾ ശത്രുവിന്റെ ഭാഗത്ത് നിന്ന് ശത്രുതയുടെ ഭാഗമായി, മിത്രങ്ങളുടെ ഭാഗത്ത് നിന്ന് മിത്രങ്ങളുടെ ഭാഗമായി അല്ലാഹു തആല ചെയ്യിപ്പിക്കും എന്നതിന്റെ തെളിവാണ് ഈ മഹാജനസാഗരം. ഇത് നമ്മുടെ ഈ പ്രവൃത്തി അല്ലാഹു തആല ഖബൂൽ ചെയ്തു എന്നതിന്റെ തെളിവാണ്. അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരെ ഈ സമൂഹത്തിന് ഇത്രയും വലിയ അനുഗ്രഹമായി ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് മുഖേന നമുക്ക് ലഭിച്ച ഷഹറെ മുബാറക്, ആ ഷഹറെ മുബാറക്കും അതിന്റെ സിയാറത്തും അതിന്റെ തബറുക്കുള്ള വെള്ളം സ്വീകരിക്കലും കൊടുക്കലും നിലനിർത്തി തരുമാറാവട്ടെ. ആമീൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ന് രാത്രി ബാംഗ്ലൂരിൽ ഒരു നിക്കാഹിന് വേണ്ടി ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ കൂടെ ഞങ്ങൾ മർക്കസുമായി ബന്ധപ്പെട്ട 19 പേര് പോയിരുന്നു. ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരാനുണ്ടായിരുന്നത് ഒരു ടൂറിസ്റ്റ് ബസ്സായിരുന്നു. ആ ബസ് ഏതാണ്ട് ചുരമിറങ്ങിയപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് സുബഹിന്റെ മുമ്പ് ടെലിഫോൺ വരികയാണ്,
നിങ്ങളുടെ ബസ് ഒരിക്കലും കുന്നമംഗലത്ത് നിന്ന് മർക്കസ് ഭാഗത്തേക്ക് കടത്തി വിടുകയില്ല. കാരണം ഇവിടെ മുഴുവൻ റോഡിൽ ജനനിബിഡമാണ്. അതുകൊണ്ട് തന്നെ കുന്നമംഗലത്തിന് അപ്പുറത്ത് നിങ്ങളുടെ ബസ് നിർത്തണം. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ആ ടെലിഫോണിൽ ചെറിയൊരു അതിശയോക്തി ഉണ്ടോ എന്ന് പോലും ചിന്തിക്കാൻ തുടങ്ങി. പക്ഷേ അൽഹംദുലില്ലാഹ് വന്നു നോക്കുമ്പോൾ ബസ് അവിടെ നിർത്തേണ്ടി വന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് ചെറിയ കാറ് മാർഗം പോരേണ്ടി വന്നു. റോഡിന്റെ ഇരുഭാഗത്തും സുബ്ഹാനല്ലാഹ് വിശ്വാസികൾ സഹസ്രങ്ങൾ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ മറ്റെന്തോ ഭൗതിക താല്പര്യത്തിന് വേണ്ടി അല്ല. ശരിയാണ്, മർക്കസിൽ വന്നാൽ പള്ളിയില്ലാത്ത സ്ഥലങ്ങളിൽ പള്ളി ഉണ്ടാക്കാൻ കാന്തപുരം ഉസ്താദ് സഹായിക്കും. മദ്രസ ഇല്ലാത്ത സ്ഥലങ്ങളിൽ മദ്രസ ഉണ്ടാക്കാൻ മർക്കസിൽ ചെന്നാൽ സഹായം കിട്ടും. ശരിയാണ്. അതെ, കിണറില്ലാത്ത സ്ഥലങ്ങളിൽ കുടിവെള്ളത്തിന് വേണ്ടി ജലസംവിധാനം ഏർപ്പെടുത്താൻ കിണർ കുഴിക്കാനുള്ള ഫണ്ട് മർക്കസ് മുഖേന ലഭിക്കും. എല്ലാം ശരിയാണ്. മാത്രമല്ല, ഗൾഫിലേക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാളെ പറഞ്ഞേക്കണമെങ്കിൽ അടിനോക്കിന്റെയും അല്ലാത്തതുമായ വില ശരിപ്പെടുത്താൻ മർക്കസിൽ പോയാൽ സൗകര്യപ്പെടും. അതൊക്കെ റെഡിയാണ്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, വിസക്ക് വേണ്ടി ഏതെങ്കിലും ഒരു കാലം ഇത്രയും ആളുകൾ മർക്കസിലേക്ക് വന്നിട്ടുണ്ടോ? കിണറിന് വേണ്ടി, കുടിവെള്ളത്തിന് വേണ്ടി മർക്കസിലേക്ക് ഇത്രയും കൂടുതൽ ആളുകൾ െങ്കിലും വന്നിട്ടുണ്ടോ? പള്ളി വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും ജനലക്ഷങ്ങൾ ഈ ക്യാമ്പസിലേക്ക് ഇതുവരെ കടന്നു വന്നിട്ടുണ്ടോ? ഇല്ല, ഇല്ല. ഇവിടെ ഈ ജനലക്ഷങ്ങൾ മുഴുവൻ വന്നത് ഈ ഒരു തുള്ളി വെള്ളം കിട്ടാനാണ്. അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട തിരുകേശം മുക്കിയ വെള്ളം അതൊരൽപ്പം കിട്ടണം. ആ തിരുകേശം വെച്ച ആ ബോക്സിനടുത്തുകൂടെ നടന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ സിയാറത്ത് ചെയ്യുന്ന അതേ ഒരു പ്രതീതി ഞങ്ങൾക്ക് ഈ തിരുകേശ സിയാറത്തിലൂടെ ഉണ്ടാകണം. വിശ്വാസികളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുള്ള ഉൾവിളിയാണ്. ഇത് തടുക്കാൻ ഒരു രാഷ്ട്രീയ പ്രചരണത്തിനാവുകയില്ല. ഇത് തടുക്കാൻ പണ്ഡിത സഭയുടെ പേരിൽ പ്രഖ്യാപനങ്ങൾ ഇറക്കിയത് കൊണ്ട് നടക്കുകയില്ല. ഇത് വിശ്വാസികളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുള്ള ഉൾവിളിയാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ജനസഹസ്രങ്ങൾ